ഹായ് ഓൾ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വൈറ്റമിൻ ഡിയെക്കുറിച്ചാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു 5 വർഷം മുമ്പ് വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ വൈറ്റമിൻ ഡിക്ക് നമുക്ക് 20-ൽ താഴെയാണെങ്കിലാണ് വൈറ്റമിൻ ഡി കുറവാണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ്, മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും നമ്മൾ. അതുപോലെ തന്നെ കൈകൾക്കും അല്ലെങ്കിൽ ജോയിൻസിനൊന്നും ഒരു ബലമില്ലാത്ത പോലെ തോന്നും. നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ പല ലക്ഷണങ്ങളുണ്ട് വൈറ്റമിൻ ഡിക്ക്. എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞ സമയത്ത് എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞൊന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സാധാരണ 2 വീലർ ഓടിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ രാവിലെ 2 വീലർ ഓടിച്ച് പോയി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പേന പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയും കൈക്കൊരു ബലമില്ലാത്ത അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ഒരു നേഴ്സാണ് അന്നേരം അടുത്ത് പറഞ്ഞത്, നീ നിൻ്റെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, മിക്കവാറും അത് തന്നെയായിരിക്കും കാരണമെന്ന്. അങ്ങനെ ഞാൻ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വൈറ്റമിൻ ഡി വളരെ കുറവായിരുന്നു. അതിനുശേഷം ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം അവരെനിക്ക് വൈറ്റമിൻ ഡി അത്രയും കുറവായതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റാണ് തന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. അത് ഇളം വെയിലല്ല, ഉച്ചയ്ക്കുള്ള വെയിലുള്ളിൽ നിന്നാണ് വൈറ്റമിൻ ഡി കിട്ടുന്ന ഏറ്റവും നല്ല സോഴ്സ്. പിന്നെ ഫുഡ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുടെ ഉണ്ണി, പിന്നെ ഓർഗാൻ മീറ്റ്സ്, ലിവറൊക്കെ, അതുപോലെ തന്നെ ഇലക്കറികൾ, പിന്നെ പാലുൽപ്പന്നങ്ങളും, ചീസ്, ബട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൈറ്റമിൻ ഡി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി, കാൽസ്യം കൂടുതൽ കഴിച്ചാൽ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വൈറ്റമിൻ ഡി തീരെ കുറഞ്ഞ സമയത്ത് നമ്മൾ ഫുഡ് സോഴ്സിൽ നിന്ന് മാത്രം വൈറ്റമിൻ ഡി കൂട്ടാനായിട്ട് ശ്രമിക്കരുത്. ആ സമയത്ത് നമുക്ക് ഡോക്ടർ തരുന്നത് വൈറ്റമിൻ ഡിയുടെ ഒരു സാക്ഷിയായിരിക്കും തരുന്നത്. അത് 1 ഗ്ലാസ് പാലിൽ, ഒട്ടും വെള്ളം ചേർക്കാത്ത 1 ഗ്ലാസ് പാലിൽ ഒരു സാക്ഷി ഇട്ട് ഒരാഴ്ച കുടിക്കാനാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം വൈറ്റമിൻ ഡി പിന്നെ കൂടുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഒരു 6 മാസത്തേക്ക് ആഴ്ചയിലൊരിക്കലും, പിന്നെ മാസത്തിലൊരിക്കലും, അങ്ങനെ ഒരു രീതിയിലാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി ഈ സപ്ലിമെൻറ്റ് കഴിച്ചതിന് ശേഷവും പിന്നെ ഞാൻ ലിവർ അങ്ങനെയുള്ള സാധനങ്ങളും എഗ് യോക്കൊക്കെ അധികം കഴിക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് വൈറ്റമിൻ ഡി കുറയാൻ കാരണം. പിന്നെ ഒട്ടും സൂര്യപ്രകാശം അടിക്കുന്ന ആളല്ലായിരുന്നു. ഞാൻ രാവിലെ വർക്കിന് പോകും, വൈകിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അധികം സൺലൈറ്റ് നമ്മൾ കൊള്ളുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കണം. വൈറ്റമിൻ ഡി കൂടുതലടങ്ങിയ ആഹാരം കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. താങ്ക് യു.